സ്വയംവര പന്തലിന്റെ അപ്കമിംഗ് എപ്പിസോഡിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ചേർന്ന് നന്ദിനിയെ ഒരു കള്ളിയാക്കുന്നുണ്ട്. എന്നാ എല്ലാവരെയും എതിർത്തുകൊണ്ട് സൂര്യ വന്ന് എല്ലാവരോടും പറയുന്നു, അച്ഛൻ പറ, ഇവൾ ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛൻ അങ്ങനെ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവളെ വീട്ടിലോട്ട് കൊണ്ടുവിടും. പിന്നെ ഇവളും ഞാനും തമ്മില് ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല. ഇത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട്, മോനെ സൂര്യെ, ഞാൻ എന്തായാലും ഇവളെ തെറ്റിദ്ധരിക്കാനൊന്നും പോകുന്നില്ല. ഈ വീട്ടില് നമ്മൾ രണ്ടുപേരും ഒപ്പിട്ട ചെക്ക് ഞാൻ നന്ദിനിയുടെ കയ്യിലാ ഏൽപ്പിച്ചത്. എന്നാ ആ ചെക്ക് തന്നെയാ ഇപ്പോ കോളേജില് ഡൊണേഷനായിട്ട് കൊണ്ടുകൊടുത്തത്. അതുകൊണ്ട് ഒരു നിമിഷം എനിക്ക് ഒന്ന് ചിന്തിക്കണമായിരുന്നു. ഉറപ്പായിട്ടും അത് നന്ദിനി ചെയ്തിട്ടില്ല എന്ന് എനിക്ക് വിശ്വാസാ. എന്നാ അതാര് ചെയ്തു എന്നുള്ള കൺഫ്യൂഷനിലാ ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയത്. അത് നന്ദിനിക്ക് ഒരുപാട് വിഷമായെന്ന് എനിക്ക് മനസ്സിലായി. മോളെ നന്ദിനി, ഞാൻ ഒരു കാലത്തും നിന്നെ വിശ്വസിക്കാതിരിക്കില്ല. ഈ ലോകത്ത് ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ എന്തായാലും മോളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് സൂര്യയുടെ അച്ഛൻ പറയുന്നു. ഇത് കേട്ട് നന്ദിനിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എന്നാ പത്മത്തിന് ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ പത്മത്തിന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പിന്നീടായിട്ട് നന്ദിനി പറയുന്നു, സാറിനെ ഞാൻ ദൈവത്തെ പോലെയെ കാണുന്നത്. സാറ് പെട്ടെന്ന് എന്നോടൊന്നും മിണ്ടാതെ പോയപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ഒത്തിരി വിഷമമൊക്കെ ഉണ്ടായത് ശരിയാ. എന്നാ സാറിങ്ങനെ പറഞ്ഞപ്പോൾ ആ വിഷമമൊക്കെ എനിക്ക് ഇല്ലാതായി. അങ്ങനെ സൂര്യൻ നന്ദിനിയുടെ കൈയും പിടിച്ച് റൂമിലോട്ട് പോകുന്നുണ്ട്. പത്മത്തിന് അതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. റൂമിലെത്തുന്ന സൂര്യ നന്ദിനിയോട് പറയുന്നുണ്ട്, എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? സാറിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയോ? നീ എന്തിനാ എന്നോട് നന്ദിയൊക്കെ പറയുന്നേ? അതൊന്നും വേണ്ട. ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാ സൂര്യ സാറ് അവരുടെ മുൻപിൽ എല്ലാം വെച്ച് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്ക് വേണ്ടി സൂര്യ സാറ് അവരുടെ മുൻപിൽ അങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ, അതോർക്കുമ്പോൾ എനിക്ക് സാറിൻ്റെ അടുത്ത് നന്ദി പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ. ദേ നന്ദിനി, നീ ആദ്യമായിട്ടാ ഞാനിങ്ങനെ സംസാരിച്ചേന് എന്നെ പുകഴ്ത്തി സംസാരിക്കുന്നതും എന്നോട് നന്ദി പറയുന്നതൊക്കെ. സാർ എപ്പോഴും എനിക്ക് വേണ്ടി അമ്മയോട് സംസാരിക്കുന്നത് അമ്മയോടുള്ള വാശി തീർക്കാനാ, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ ഇന്ന് സാർ അങ്ങനെയല്ല സംസാരിച്ചത്. എനിക്ക് വേണ്ടിയിട്ട് തന്നെയാ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ സാറിനോട് ഞാൻ നന്ദി പറഞ്ഞത്. സാറിൻ്റെ അച്ഛൻ ഞങ്ങളുടെയൊക്കെ ദൈവാ. ആ ദൈവം എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. എന്ത് തെറ്റ് ചെയ്താലും സാറിൻ്റെ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കുന്നതാ. ഈ സമയത്ത് അച്ഛൻ പോലും എൻ്റെ കൂടെ ഇല്ലാന്ന് അറിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാ ഞാൻ ആകെ കൈവിട്ടു പോയത്. എന്നാ സാറായിട്ട് തന്നെ എല്ലാവരോടും കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ, അതോർക്കുമ്പോൾ എനിക്ക് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയേറെ നന്ദി ഞാൻ സാറിനോട് പറയാ. മതി നന്ദിനി, നിന്റെ ഒരു നന്ദി. നീ എന്തായാലും എന്നോട് നന്ദിയൊന്നും പറയണ്ട. എന്തായാലും ഇനി നീ ഇതുപോലെ പഞ്ചപാവായിട്ട് നിൽക്കാനൊന്നും നിൽക്കണ്ട. നീ ആ പൈസ എടുത്തിട്ടില്ല എന്ന് മുഖത്തു നോക്കി പറയണം. നീ ഇങ്ങനെ പാവം പിടിച്ചു നിന്നിട്ടാ ഇവിടെ എൻ്റെ അമ്മയും എൻ്റെ ചേച്ചി അനിയത്തിയൊക്കെ നിന്റെ തലയിൽ കയറുന്നേ. അതുകൊണ്ട് നീ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്ക്. നിന്റെ എന്ത് കാര്യത്തിനും ഞാൻ കൂടെയില്ലേ. അതുകൊണ്ട് നീ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറയുന്നു. അപ്പോഴായിരിക്കും രാജു കഥകിലെ തട്ടുന്നത്. സാർ, ഞാൻ കയറി വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നന്ദിനി, രാജുവാ. രാജുവിനോട് ഇങ്ങോട്ട് കയറി വരാൻ പറയട്ടെ. എന്ത് ചോദ്യം സൂര്യ സാറേ, വരാൻ വേണ്ടി പറ. രാജു, ഇങ്ങ് വാ. ഇതേ സാറിനുള്ള ഭക്ഷണാ, സാറ് കഴിക്ക്. അല്ല രാജു, നന്ദിനി ഭക്ഷണം കഴിച്ചോ? എവിടെ സാറേ, ഇന്നൊരു പച്ച വെള്ളം കൂടെ കുടിച്ചിട്ടില്ല. ഒന്നും കഴിക്കാതെ ഇരിക്കുന്നേ. ആഹാ, കൊള്ളാലോ നന്ദിനി, നീ എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നേ? വന്നേ, നീ ഭക്ഷണം കഴിക്കുക. സാരല്ലേ സാർ, ഞാൻ കഴിച്ചോളാം. സാറാ ഭക്ഷണം കഴിക്കുക. രാജു അവിടെ നിന്ന് പോകുന്നുണ്ട്. നീ ഇനി അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്കറിയാം താഴെ പോയി കഴിക്കാമെന്ന് പറഞ്ഞാലേ നീ കഴിക്കാനൊന്നും പോകുന്നില്ല എന്ന്. അതുകൊണ്ട് നീ ഈ ഭക്ഷണം കഴിക്കുക. രാജുവിനോട് ഞാൻ വേറെ ഭക്ഷണം എനിക്കായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയാം. വേണ്ട സാർ, അപ്പം നീ കഴിക്കില്ല. എന്നാലേ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. സൂര്യ അങ്ങനെ പ്ലേറ്റ് എടുത്ത് അതിൽ നിന്ന് വാരി കൊടുക്കാണ് നന്ദിനിക്ക്. ഈ സമയത്ത് നന്ദിനി തന്നെ ഞെട്ടുന്നുണ്ട്. കാരണം സൂര്യ സാറിന് തന്നോട് ഇത്രയും സ്നേഹമുണ്ടോ എന്നൊക്കെ ഒരു നിമിഷം നന്ദിനി ആലോചിച്ചു പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും കളിച്ചും ചിരിച്ചും നന്ദിനിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു. നന്ദിനിയുടെ കണ്ണ് വരെ നിറയുന്നുണ്ടായിരിക്കും. പിന്നീട് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു.
ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരിക്കുക. എന്താ അമ്മേ, ഈ വീട്ടിൽ എന്ന് ഉപ്പുമാവ് മാത്രമേ ഉള്ളൂ? എന്താടി നീ വേറെ ഒന്നും ഉണ്ടാക്കാത്തെ എന്ന് സർവന്റിനോട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നന്ദിനിയാ പറഞ്ഞത് ഇതുണ്ടാക്കിയാൽ മതിയെന്ന്. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ മതിയെന്നാ നന്ദിനി പറഞ്ഞത്. അതിവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നാ എൻ്റെ അടുത്ത് പറഞ്ഞേ. അതുകൊണ്ടാ ഉണ്ടാക്കിയേ. അവൾക്കത് ഇഷ്ടമാണെന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും അത് കഴിക്കണമെന്നുണ്ടോ? അവൾ പറയുന്നൊന്നും ഇനി തൊട്ട് കേൾക്കണ്ട. ഇത് പറഞ്ഞത് കേട്ട് പത്മ പറയുന്നുണ്ട്, ഇപ്പം നീ എന്തായാലും ആ ഇഡ്ഡലി എടുത്ത് കഴിക്കുക. ഉപ്പുമാവ് വേണമെങ്കിൽ കഴിക്കണ്ട. ഇനി ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ. അപ്പോഴായിരിക്കും അടുക്കളയിലോട്ട് വന്ന് വെള്ളം കുടിക്കുന്നത് നന്ദിനി. ഇത് കണ്ട് രാജു പറയുന്നുണ്ട്, അല്ല നന്ദിനി എന്താ ഭക്ഷണം കഴിക്കാത്തെ? എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്ക്. വേണ്ട രാജുവേട്ടാ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അവളെങ്ങനെയാ കഴിക്കുക? അവൾക്ക് പോലും ഇഷ്ടപ്പെടാത്ത രീതിയിലല്ലേ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. പിന്നെ അവൾ കഴിക്കില്ലല്ലോ. എന്തായാലും കൊള്ളാടി, നീ നല്ല നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഞങ്ങൾക്ക് വായിൽ വെക്കാൻ പോലും കൊള്ളാത്ത ഭക്ഷണം ഉണ്ടാക്കി തരും. അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയത് സൂര്യ സാറിനും അത് ഒരുപാട് ഇഷ്ടാ. അതുകൊണ്ടാ. നിങ്ങൾക്ക് കഴിക്കാനാ ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിയിരിക്കുന്നേ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയാനാ? നീ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് ഉണ്ടാക്കി കൊടുക്ക്. നീ ഇവിടുത്തെ വേറൊരു സർവന്റാ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് സൂര്യ വരുന്നുണ്ട്. എന്ത് സർവന്റോ? ആര് പറഞ്ഞു ഇവള് സർവന്റ് ആണെന്ന്? ഇവളെന്റെ ഭാര്യയാ. ഇനി മേലാല് ഇവളെ സർവന്റ് ആണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞാല് ഈ സൂര്യയുടെ സ്വഭാവം നിങ്ങൾ നന്നായിട്ട് അങ്ങ് അറിയും. ഇതും പറഞ്ഞുകൊണ്ട് സൂര്യ മുകളിലോട്ട് പോകുന്നുണ്ട്. എന്തു പറഞ്ഞാലും അവനെങ്ങനെ ഇളക്കി വിടുന്നത് നീ ആയിരിക്കും അല്ലേടി? അല്ല മേഡം, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? സൂര്യ സാറിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് പറയുന്നേ. അതിനെന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും എന്നോട് പറയല്ലേ എന്നൊക്കെ നന്ദിനി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ അച്ഛനായിരിക്കും. സാർ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദിനി അതിലൂടെ പോകുന്നു. നന്ദിനിയെ വിളിക്കുന്നുണ്ട്. മോളെ നന്ദിനി, ഒന്നിങ്ങ് വന്നേ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ സർ, എന്താ കാര്യം? മോൾക്ക് ഞാൻ ആ സമയത്ത് മോളുടെ കൂടെ നിൽക്കാത്തതിൽ സങ്കടമുണ്ടോ? അത് പെട്ടെന്ന് സാറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. സാറിനെ ഞാൻ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് ആ ദൈവം പോലും വിശ്വസിക്കാത്തപ്പോൾ എങ്ങനെയാ എനിക്കത് സഹിക്കുക? അതുകൊണ്ടാ സാർ. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോൾ എന്നോട് ക്ഷമിക്കുക. ആ സമയത്ത് മോളുടെ കൂടെ നിൽക്കാത്തതല്ലേ. ഇത് കേട്ടുകൊണ്ട് പത്മം വരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഈ വേലക്കാരിയോട് നിങ്ങൾ മാപ്പ് പറയേ? നാണമുണ്ടോ നിങ്ങൾക്ക്? എടി, അപ്പോ നീ ആ പൈസ എടുത്തിട്ടില്ല എന്നാണോ പറയുന്നേ? നീ തന്നെയാ ആ പൈസ എടുത്തേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ, ഇവൾ എവിടെ കിടക്കുന്നു, നിങ്ങൾ എവിടെ കിടക്കുന്നു? എന്നിട്ട് ഈ വേലക്കാരിയോട് നിങ്ങൾ മാപ്പ് പറയുന്നു. എന്തായാലും നിനക്കിപ്പോ സന്തോഷായല്ലോടി. നിന്റെ പുറകെ എത്ര പേരാ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട്. ഞാനൊരു കാര്യം പറയാം, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങുന്ന നല്ലത്. അതല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചങ്ങ് ഇറക്കും എന്ന് പത്മം പറയുന്നു. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നന്ദിനി പോകുന്നുണ്ട്. എന്താ പത്മം, നീ എന്തിനാ ആ കുട്ടിയെ എങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? ഓ, നിങ്ങൾക്കത് പിടിച്ചു കാണില്ല. അവള് തന്നെ ആ പൈസ എടുത്തേന്ന് എല്ലാ തെളിവുള്ളപ്പോ നിങ്ങൾ എന്തിനാ അവളോട് മാപ്പ് പറയാൻ നിൽക്കുന്നേ? അതും ആ വേലക്കാരിയോട്. നാണമുണ്ടോ നിങ്ങൾക്ക്? എന്നൊക്കെ പറഞ്ഞ് പത്മം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് ആരതിയെ വിളിക്കുന്നുണ്ട് നന്ദിനി. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. എന്താ നന്ദിനി? എനിക്ക് കോളേജിലോട്ടൊന്ന് പോകണം. ഞാൻ എൻ്റെ അനിയത്തിയെ ചേർത്തിയ കോളേജിലോട്ട്. ചേച്ചി എൻ്റെ കൂടെ അങ്ങോട്ട് വരുമോ? എന്താ നന്ദിനി, എന്താ കാര്യം? അവൾ ഇനി അവിടെ പഠിക്കണ്ട ചേച്ചി. അതുകൊണ്ടാ. നീ എന്തൊക്കെയാ പറയുന്നേ? ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കണമെന്ന്. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ചേച്ചി, അതല്ല, അവൾ അവിടെ പഠിച്ചാൽ ശരിയാവില്ല. എന്താടാ, എന്താ പ്രശ്നം? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാ. അതുകൊണ്ട് അവളെ അവിടുന്ന് മാറ്റുന്നതാ നല്ലത്. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നന്ദിനി ആരതിയോട് പറയുന്നുണ്ട്. അയ്യോ, അപ്പോ അവിടെ അങ്ങനെയൊക്കെ നടന്നോ? എന്തായാലും ഇനി ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടെ പോയി സംസാരിച്ച് അവളെ കോളേജിൽ നിന്ന് മാറ്റണം. ആരോ എൻ്റെ പേരിൽ അവിടെ 2 ലക്ഷം രൂപ കെട്ടിയിട്ടില്ലേ? ആ പൈസ റിട്ടേൺ അതേ അക്കൗണ്ടിലോട്ട് തന്നെ അയക്കുകയും വേണം. ചേച്ചി എൻ്റെ കൂടെ ഒന്ന് കോളേജിലോട്ട് വരണം. അതിനായിട്ടാ ഞാനിപ്പോൾ ചേച്ചിയെ വിളിച്ചത്. ഈ സമയത്ത് ഇതെല്ലാം കേൾക്കുന്നുണ്ട് സൂര്യ ഇതെല്ലാം കേട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെ ഉറപ്പായിട്ടും അനിയത്തിയുടെ പഠിപ്പ് അവിടെ വെച്ച് നിർത്തുക എന്ന് നന്ദിനി തീരുമാനിക്കുന്നു. അങ്ങനെ താഴെ പത്മവും എല്ലാവരും ഇരിക്കുന്നുണ്ടായിരിക്കും. നന്ദിനി ഡ്രസ്സ് മാറ്റാനായിട്ട് മുകളിലോട്ട് പോകുന്നു.
ഇതേ സമയത്ത് സൂര്യ താഴോട്ട് വരുന്നുണ്ടായിരിക്കും. സൂര്യയും നന്ദിനിയും തമ്മിൽ പരസ്പരം കൂട്ടിയിടിക്കുന്നു. സൂര്യയുടെ കോട്ടിന്റെ ബട്ടണിന്റെ മുകളില് നന്ദിനിയുടെ മുടി കുടുങ്ങുന്നുണ്ട്. എന്നാ അത് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. നന്ദിനി ഉറക്കെ കരയുന്നുണ്ട്. അയ്യോ, എന്റെ മുടി നല്ല വേദനിക്കുന്നുണ്ട് സാർ, ഒന്ന് പതിയെ എടുക്ക്. അയ്യോ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? നീ കരയാതിരിക്കുക സാർ, നല്ല വേദനയുണ്ട്, മുടി നല്ല പോലെ വലിയുന്നുണ്ട്. അങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുക. താഴോട്ട് ഈ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ഇത് കേട്ട് പത്മത്തിന് ദേഷ്യം വരുന്നുണ്ട്. നാണുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, അല്ല നന്ദിനി, താഴെ അമ്മ ഇരിക്കുന്നുണ്ടോ? താഴെ എല്ലാവരും ഉണ്ട് ആണോ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് താഴെ പോയിട്ട് ഇത് കുരുക്ക് മാറ്റിയെടുക്കാം. വേണ്ട സാർ, വേണ്ട. നന്ദിനി പ്ലീസ്, നന്ദിനി പ്ലീസ്, നമുക്ക് താഴോട്ട് പോവാം. അങ്ങനെ നന്ദിനി സമ്മതിക്കുന്നു. അങ്ങനെ സൂര്യയും നന്ദിനിയും താഴോട്ട് പോകുന്നുണ്ട്. പത്മത്തിന്റെ മുൻപിൽ വെച്ച് ഇതിങ്ങനെ അഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സാർ, എനിക്ക് വേദനിക്കുന്നുണ്ട്, പതിയെ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇത് കട്ട് ചെയ്ത് കളയാം. അയ്യോ വേണ്ട, ഈ ബട്ടൺ അങ്ങ് മുറിക്കാന്നേ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. സാർ, ഇത് വില കൂടിയ കോട്ടല്ലേ, അതുകൊണ്ട് ഇതൊന്നും മുറിക്കണ്ട, എന്റെ മുടി കട്ട് ചെയ്താൽ മതി. അയ്യോ നന്ദിനി, അതൊന്നും പറ്റില്ല. കോട്ടിനി എത്ര വില കൂടിയാലും എന്റെ നന്ദിനിയുടെ മുടിയൊന്നും മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിലും വില കൂടിയതൊന്നും എനിക്കിനി വേറെയില്ല. നന്ദിനിയുടെ മുടി, ആ ഒരു മുടി കണ്ടിട്ടാ എനിക്ക് നിന്നെ ഇത്രയും ഇഷ്ടപ്പെട്ടത്. എന്ത് നല്ല മുടിയാ ഈ കുടുംബത്തില്. ഇതുവരെ ആർക്കും ഇത്ര നല്ല മുടി ഉണ്ടായിട്ടില്ല. നല്ല കറുകറുത്ത മുടി, നീളമുള്ള മുടി, എന്തൊരു സ്മെല്ലാ. ഇതുപോലുള്ള മുടിയൊന്നും ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതൊന്നും മുറിച്ചു കളയാൻ പറ്റില്ല. സർ, സാരമില്ല, അത് കുറച്ചല്ലേ ഉള്ളൂ, അത് കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ നന്ദിനി, നിന്റെ മുടിയൊന്നും ഞാൻ വെട്ടിക്കളയില്ല. എനിക്കത് അത്രയും പ്രിയപ്പെട്ടതാ. ഇതൊക്കെ കേട്ടിട്ട് പത്മത്തിനങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് കസാരയൊക്കെ തള്ളിയിട്ടുകൊണ്ട് പത്മ അവിടെ നിന്ന് പോകുന്നു. പിന്നീടായിട്ട് നന്ദിനി പറയുന്നുണ്ട്, സർ, ഞാൻ പതിയെ എടുക്കാം, എന്തായാലും ബട്ടണൊന്നും കട്ട് ചെയ്യണ്ട. അങ്ങനെ നന്ദിനി തന്നെ മുടി ഇങ്ങനെ മാറ്റുന്നുണ്ട്. ആ, ഇപ്പോൾ ഓക്കെ ആയി. എന്തായാലും എൻ്റെ അമ്മയ്ക്കൊന്ന് കൊണ്ടിട്ടുണ്ട്. എന്തിനാ സാർ അമ്മയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഇങ്ങനെയൊക്കെ കാണിച്ചാലേ എന്നോട് ദേഷ്യം കാണിക്കുക. നിന്നോട് എന്തെങ്കിലും പറഞ്ഞാലേ നീ എന്നോട് പറ. എനിക്കറിയാം എൻ്റെ അമ്മയെ എങ്ങനെ ഒതുക്കണമെന്ന്. അങ്ങനെ നന്ദിനിയോട് പറയുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.